6 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. അതായത് 4 സൈഡും 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ലൈൻ ഏറ്റവും താഴെയുള്ള ലൈനാണ് ആദ്യം വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. അതിൽ 6 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എൻഡിൽ നിന്ന് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മുകളിലേക്ക് ഒരു അപ്രൈറ്റ് ലൈൻ വരയ്ക്കുക, കുത്തനെയുള്ള വര വരയ്ക്കുക. അതുപോലെ 6 സെൻറ്റിമീറ്ററിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്ന് ഒരു അപ്രൈറ്റ് ലൈൻ വരയ്ക്കുക, നീട്ടി അങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ ഈ ലൈനിൽ സ്കെയിൽ ഉപയോഗിച്ച് 6 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇടുക, ഈ സൈഡിലും 6 സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് ഇടുക. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ മുകളിലത്തെ ലൈനും 6 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വരച്ച സ്ക്വയർ കറക്റ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ പകുതിയിൽ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്ററിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയും, മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ മുകളിലും മാർക്ക് ചെയ്യുക, 4 സൈഡിലും മാർക്ക് ചെയ്യുക. ഇങ്ങനെ 4 സൈഡിലും മിഡ് പോയിന്റുകൾ മാർക്ക് ചെയ്താൽ ആ മിഡ് പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട്, അതായത് മിഡ് പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് ലൈനുകൾ വരയ്ക്കുക, ഓരോ ലൈൻ വരയ്ക്കുക. ഈ 4 ബിന്ദുക്കളെ, അതായത് പോയിൻറ്റ്സിനെ ഇങ്ങനെ ലൈൻസ് കൊണ്ട് യോജിപ്പിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെടുത്ത അളവുണ്ടല്ലോ, ആ അളവിൻ്റെ പകുതി, അതായത് 6 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ അളവെടുക്കുക. അതായത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ, അതായത് സെൻറ്റർ, ഈ 2 ലൈനും കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റിൽ വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. എത്ര സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യണം കേട്ടോ. അത് അളവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ടച്ച് ആവില്ല, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഈ പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റുകളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്കൊരു സ്ക്വയർ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഈ ലൈൻസൊക്കെ മായ്ച്ച് കളയാം. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മായ്ച്ച് കളയാം. നിങ്ങൾ മായ്ക്കുമ്പോൾ ഫുള്ളായിട്ട് മായ്ക്കണം കേട്ടോ. സമയം കുറവായതുകൊണ്ട് എത്രയാണ് മായ്ക്കുക.